മഴ തോർന്ന ഒരു സായാഹ്നം. ആലപ്പുഴയിലെ ഒരു വലിയ വീട്ടിൽ വിവാഹ ഒരുക്കങ്ങളുടെ തിരക്കായിരുന്നു. വീട്ടിൽ ബന്ധുക്കളുടെ ചിരിയും കുട്ടികളുടെ കളിയും നിറഞ്ഞു. പക്ഷേ വധുവായ അമൃത മാത്രം ജനാലയിലൂടെ മഴ നോക്കി നിൽക്കുകയായിരുന്നു. അവളുടെ കണ്ണുകളിൽ സന്തോഷത്തേക്കാൾ കൂടുതൽ ഓർമ്മകളായിരുന്നു. അപ്പോഴാണ് വരനായ അരുൺ അവളുടെ അടുത്തേക്ക് വന്നത്. അമൃത, നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? അവൾ കുറച്ച് നേരം മിണ്ടാതെ നിന്നു. ശേഷം പതുക്കെ ചോദിച്ചു, നമ്മുടെ വിവാഹത്തിനു മുമ്പ് എനിക്ക് ഒരു അവസാന ആഗ്രഹം സാധിച്ചു തരുമോ? അരുൺ പുഞ്ചിരിച്ചു. പറയൂ. എനിക്ക് ഒരാളെ അവസാനമായി കാണണം. അരുൺ ഒരു നിമിഷം ഞെട്ടി. ആരെയാണ്? അമൃതയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്റെ പഴയ പ്രണയത്തെ അല്ല, അവന്റെ അമ്മയെ. 5 വർഷം മുമ്പ് അമൃത ഒരു സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായിരുന്നു. അവിടെയായിരുന്നു അവൾ വിഷ്ണുവിനെ കണ്ടുമുട്ടിയത്. വിഷ്ണു ഒരു ആംബുലൻസ് ഡ്രൈവറായിരുന്നു. രാത്രിയും പകലും രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ ഓടിനടക്കുന്ന ഒരാൾ. ആദ്യത്തെ കണ്ടുമുട്ടൽ ഒരു വഴക്കിലൂടെയായിരുന്നു. സ്ട്രെച്ചർ നേരത്തെ കൊണ്ടുവരാമായിരുന്നില്ലേ? അമൃത ദേഷ്യപ്പെട്ടു. വിഷ്ണു ചിരിച്ചു. അടുത്ത തവണ ആദ്യം നിങ്ങളെ വിളിക്കാം. ആ ചിരി അമൃതയുടെ ദേഷ്യം ഇല്ലാതാക്കി. ദിവസങ്ങൾ കടന്നുപോയി. ഓരോ ഷിഫ്റ്റിലും അവർ കാണും. ഒരുമിച്ച് ചായ കുടിക്കും. രോഗികളുടെ കഥകൾ പങ്കുവയ്ക്കും. അങ്ങനെയോ അവരുടെ സൗഹൃദം പ്രണയമായി. വിഷ്ണുവിന്റെ ജീവിതത്തിൽ ഒരേയൊരു ബന്ധുവായിരുന്നു അവന്റെ അമ്മ സരസ്വതി. വൃക്കരോഗം കാരണം വർഷങ്ങളായി ചികിത്സയിലായിരുന്നു. അമൃത അവളെ സ്വന്തം അമ്മയെപ്പോലെ നോക്കി. മരുന്ന് വാങ്ങിക്കൊടുക്കും. ആശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. വിഷ്ണു പലപ്പോഴും പറയും, എനിക്ക് 2 അമ്മമാരുണ്ട്. ഒരു ദിവസം വിഷ്ണുവിന് ഗൾഫ് രാജ്യത്ത് ജോലി ലഭിച്ചു. 2 വർഷം മാത്രം. അമ്മയുടെ ചികിത്സയും നമ്മുടെ ഭാവിയും സുരക്ഷിതമാക്കാം. അമൃത സമ്മതിച്ചു. പോകുന്നതിന് മുമ്പ് വിഷ്ണു അവൾക്ക് ഒരു ചെറിയ കൈഘടികാരം സമ്മാനിച്ചു. ഇത് നിൽക്കുന്നതുവരെ നമ്മുടെ പ്രണയവും നിൽക്കില്ല. ഗൾഫിൽ എത്തിയതിനുശേഷം ആദ്യ മാസങ്ങളിൽ എല്ലാം നന്നായിരുന്നു. പിന്നീട് ഒരു വലിയ നിർമ്മാണാപകടം. വിഷ്ണുവിനെക്കുറിച്ച് വിവരമില്ല. കമ്പനി അറിയിച്ചു. അപകടത്തിൽ കാണാതായി. മാസങ്ങൾ നീണ്ട തിരച്ചിൽ. ഒടുവിൽ അവനെ മരിച്ചതായി 2 വർഷത്തോളം സ്വന്തം ശമ്പളത്തിൽ ചികിത്സ നടത്തി. പക്ഷേ ഒരു ദിവസം സരസ്വതി അമ്മ അമൃതയുടെ കൈ പിടിച്ചു പറഞ്ഞു, മോളേ, എന്റെ മകൻ തിരികെ വരില്ല. പക്ഷേ നീ ജീവിതം മുഴുവൻ അവനെ ഓർത്ത് കരയരുത്. നിനക്ക് നല്ലൊരു ജീവിതം വേണം. അമ്മയുടെ നിർബന്ധത്തിനു വഴങ്ങി. വീട്ടുകാരുടെ ആഗ്രഹപ്രകാരം അമൃത അരുൺ എന്ന യുവാവിനെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചു. ഇപ്പോൾ വിവാഹത്തിന് തലേദിവസം അവൾ അവസാനമായി സരസ്വതി അമ്മയെ കാണാൻ ആഗ്രഹിച്ചു. അരുൺ ഒന്നും ചോദിച്ചില്ല. കാർ എടുത്ത് അവളെ കൂട്ടിക്കൊണ്ടുപോയി. ചെറിയ ഒരു വാടക വീട്. വാതിൽ തുറന്നപ്പോൾ സരസ്വതി അമ്മ അമൃതയെ കണ്ട ഉടനെ കരഞ്ഞു. മോളേ, നീ സന്തോഷത്തോടെ ജീവിക്കണം. അമൃത അവരുടെ മടിയിൽ തലവെച്ച് കരഞ്ഞു. അമ്മേ, ഞാൻ നിങ്ങളുടെ മകളായി തന്നെ തുടരുമല്ലേ? അതിന് വിവാഹം തടസ്സമാകുമോ? സരസ്വതി അമ്മ അവളെ ചേർത്ത് പിടിച്ചു. രക്തബന്ധത്തേക്കാൾ വലുതാണ് സ്നേഹബന്ധം. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാതിലിൽ വീണ്ടും ഒരു മുട്ട്. അരുൺ വാതിൽ തുറന്നു. പുറത്ത് ഒരു നീണ്ട താടിയുള്ള മനുഷ്യൻ. മുഖത്ത് പഴയ മുറിവുകളുടെ പാടുകൾ. കൈയിൽ ഒരു പഴയ ബാഗ്. അയാൾ വിറച്ച ശബ്ദത്തിൽ ചോദിച്ചു, ഇത് സരസ്വതി അമ്മയുടെ വീടാണോ? ആ ശബ്ദം കേട്ട നിമിഷം അമൃതയുടെ ഹൃദയം നിശ്ചലമായി. വിഷ്ണു. സരസ്വതി അമ്മ ഓടിച്ചെന്ന് അവനെ ചേർത്തു പിടിച്ചു. മോനെ ആൻ. വീടിനുള്ളിൽ കരച്ചിൽ മാത്രം. വിഷ്ണു ജീവനോടെ ഉണ്ടായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു.
പാസ്പോർട്ടും രേഖകളും നഷ്ടപ്പെട്ടു. മാസങ്ങളോളം ആശുപത്രിയിൽ. പിന്നീട് ഓർമ്മക്കുറവ്. എല്ലാം തിരികെ ലഭിച്ചപ്പോൾ ഇന്ത്യയിലേക്ക് മടങ്ങാൻ വർഷങ്ങൾ എടുത്തു. അവൻ അമൃതയെ നോക്കി. അവളുടെ കൈയിലെ മെഹന്തിയും വിവാഹവസ്ത്രവും കണ്ടു. ഒരു നിമിഷം എല്ലാം മനസ്സിലായി. അവൻ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. നീ സന്തോഷവതിയാണല്ലോ. അമൃതയ്ക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. കണ്ണീരായിരുന്നു മറുപടി. അപ്പോഴാണ് അരുൺ മുന്നോട്ടു വന്നത്. അവൻ ശാന്തമായി വിഷ്ണുവിന്റെ കൈ പിടിച്ചു. നീ വൈകിയാണ് വന്നത്. പക്ഷേ നിന്റെ പ്രണയം സത്യമായിരുന്നു. വിഷ്ണു തലകുനിച്ചു. ഇനി അവളുടെ ജീവിതത്തിൽ ഞാൻ വരില്ല. അരുൺ കുറച്ചു നിമിഷം മിണ്ടാതെ നിന്നു. ശേഷം വിവാഹമോതിരം പതുക്കെ ഊരി. അവൻ ചിരിച്ചു. സത്യമായ പ്രണയത്തെ തോൽപ്പിച്ച് ജയിക്കുന്ന വിവാഹം എനിക്ക് വേണ്ട. 6 മാസം കഴിഞ്ഞ് വിഷ്ണുവും അമൃതയും വളരെ ലളിതമായി വിവാഹിതരായി. വിവാഹവേദിയിൽ ആദ്യ അതിഥിയായി എത്തിയത് അരുൺ. അവൻ ഒരു ചെറിയ സമ്മാനം നൽകി. അത് അമൃതയ്ക്ക് വർഷങ്ങൾക്കു മുമ്പ് വിഷ്ണു നൽകിയ കൈഘടികാരത്തിന്റെ പുതിയ ബെൽറ്റായിരുന്നു. അവൻ പറഞ്ഞു, ഘടികാരം നിൽക്കാം, പക്ഷേ സത്യമായ പ്രണയത്തിന്റെ സമയം ഒരിക്കലും അവസാനിക്കില്ല. അന്ന് മഴ വീണ്ടും പെയ്യാൻ തുടങ്ങി. വിഷ്ണു അമൃതയുടെ കൈ മുറുകെ പിടിച്ചു. അവൾ ആകാശത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. ജീവിതം ചിലപ്പോൾ പ്രണയിക്കുന്നവരെ വേർപെടുത്തും. പക്ഷേ വിധി ശരിക്കും ഒരുമിക്കണമെന്ന് തീരുമാനിച്ച ഹൃദയങ്ങളെ